ഗൈസ്, നമ്മൾ റിയാദിൽ വന്നിട്ട് അൽ നസറിന്റെ മാച്ച് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേ അൽ നസറിൽ ഒരു മലയാളി പയ്യൻ കളിക്കുന്ന കാര്യം നിങ്ങൾ എത്ര പേർക്കറിയാം? യെസ്, റാസിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾ ഒരു പക്ഷേ ചിലരെങ്കിലുമൊക്കെ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഹായ് റാസിൻ. റാസിൻ ഇപ്പം അൽ നസറിന്റെ ഏത് കാറ്റഗറിയിലാണ്? അണ്ടർ 12 കാറ്റഗറിയിൽ. എന്താണെങ്കിലും എങ്ങനെയാണ് ഈ പറഞ്ഞപ്പം എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ റൊണാൾഡോ വന്നതോടുകൂടി അൽ നസർ ഇപ്പം കുറച്ചൊരു പോപ്പുലറായി, നമ്മുടെ നാട്ടിലും ഇതായിട്ടുണ്ട്. അപ്പം ഒരു മലപ്പുറത്തുകാരൻ പയ്യൻ എങ്ങനെ ഈ പറഞ്ഞ ഒരു സൗദിയിലെ ഒരു പോപ്പുലർ ക്ലബ്ബിൽ എത്തി എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങളെ അവിടെ ഒരു കളി നടന്നിരുന്നു. സൗദികളും ഒരു മലയാളി ക്ലബ്ബും പടി യൂത്ത് ഇന്ത്യ എന്നറിയും. അപ്പോൾ അതിൽ നമ്മൾ ഈ ബൂട്ട് കെട്ടിയിരുന്നു ഞാൻ. അപ്പോൾ ഹാഫ് ടൈമിലൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കുന്ന ഇടയിൽ ഒരു സൗദി റിയാദ് കോച്ച് ഉണ്ടായിരുന്നു. റിയാദ് കോച്ച് കളി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇവിടെ നെസറിൻ്റെ ക്ലബ്ബുണ്ട്, ബദിയ എന്നറിയും. അവിടെ സെലക്ഷന് പോകാൻ പറഞ്ഞു. അങ്ങനെ സെലക്ഷന് പോയി. 3 ദിവസമായിരുന്നു സെലക്ഷൻ. ഫസ്റ്റ് ഡേ കിട്ടി, സെക്കൻഡ് ഡേക്ക് പോയി, 3 ദിവസവും കിട്ടി. അങ്ങനെ പിന്നെ ഒരു ഫോം വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ആ സെലക്ഷൻ അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പം നേരത്തെ ഇവിടെ റിയാദിലാണോ ജനിച്ചതൊക്കെ? ജനിച്ചതൊക്കെ ഇവിടെ. ഞങ്ങൾ ആദ്യം ഇവിടെ ആയിരുന്നു. പിന്നെ ഇക്കാമ വന്നതോടെ ഞങ്ങൾ നാട്ടിലേക്ക് പോയതാ, വിസിറ്റ് ക്യാൻസലാക്കി. പിന്നെ അങ്ങനെ ഇപ്പോൾ സ്കൂൾ വെക്കേഷനിൽ ഞങ്ങൾ വീണ്ടും കൊണ്ട് വന്നതാ. ഓക്കെ. അപ്പം നാട്ടില് ഇപ്പം മലപ്പുറത്തല്ലേ? മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം പടപ്പറമ്പ് എന്ന് പറയും. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ കളി ഒക്കെ തുടങ്ങുന്നത്? എങ്ങനെയാണ് അപ്പൊ ഞങ്ങള് ഇപ്പൊ പണ്ട് മുതൽ ഇങ്ങനെ കളിക്കാൻ പോകും. അപ്പൊ ഞങ്ങള് ഇപ്പം ഇങ്ങനെ പോയി ശീല അങ്ങനെ ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ നാട്ടിൽ ഫസ്റ്റ് ഒരു ക്യാമ്പ് പോയിരുന്നു, ബ്യൂട്ടി സ്പോർട്സ് എന്ന് പറയും. കോച്ച് ഫാരിസ് സാറാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു അക്കാഡമി തുടങ്ങി, എലഗൻസ് എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ പോയി അവിടുന്ന് കുറെ കളിച്ച്. പിന്നെ മിനർവ പഞ്ചാബ് ഉണ്ട്, 2034 വേൾഡ് കപ്പിന് ഇതിൽ സെലക്ഷൻ കിട്ടി. ട്രയൽസ് ഞങ്ങളെ അക്കാഡമി ഗ്രൗണ്ടിൽ എലഗൻസിന്റെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്നു. പിന്നെ നാട്ടിൽ കുറെ അക്കാഡമി, സ്കൂൾ അക്കാഡമി, AKM എന്ന് പറയും, AKM സ്പോർട്സ് അക്കാഡമി പോയി. എലഗൻസിൽ തന്നെ തുടർന്നു. പിന്നെ എൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഗോകുലം കേരളല്ലേ, ഗോകുലം കേരളയിൽ സെലക്ഷൻ കിട്ടി. അവിടെ കുറെ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ സ്കൂള് പൂട്ടിയപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ കളി നടന്നപ്പോൾ അതിലാണ് സെലക്ഷനിലൊക്കെ പോയത്, പങ്കെടുത്ത്. ഓക്കെ. ഈ മിനർവ പഞ്ചാബിന്റെ ഒരു 2034 വേൾഡ് കപ്പ് ബാച്ച് അതല്ല, അതിനായിരുന്നല്ലേ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ക്യാമ്പൊക്കെ ഉഷാറ, കുറെ ഗ്രൗണ്ട് ഉണ്ട്, പഠിക്കാൻ 4 മണിക്കൂർ പഠിത്തമുണ്ട്. നമ്മുടെ ഈ നാട്ടിലത്തെ അക്കാഡമി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫെസിലിറ്റി, കുറെ കോച്ചുമാരുണ്ട്. ഒരു ഗ്രൂപ്പിന് തന്നെ 2-3 കോച്ചുമാർ, കീപ്പർമാർക്ക് വേറെ കോച്ചുമാർ, അങ്ങനെ. ഓക്കെ. ഇപ്പൊ റാസിന് എങ്ങനെയാണ് ഈ ഒരു ഗോൾ കീപ്പർ ആകാം എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക്? ഫുട്ബോളിലേക്ക് ഒബ്വിയസ്ലി ഇപ്പം മലപ്പുറത്ത് നിന്നായതുകൊണ്ട് ഇപ്പം വാപ്പ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ പറഞ്ഞു. അപ്പം ഈ ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഈ യൂട്യൂബിലൊക്കെ വീഡിയോസാണ് അധികം ഗോൾ കീപ്പർമാർ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലിങ്ങനെ വെറുതെ കളിക്കാൻ പോകുമ്പോൾ ഒരു ജിഷ്ണു സാർ എന്ന് പറഞ്ഞ കോച്ചുണ്ട്. ഞാൻ അങ്ങനെ കീപ്പർക്കുമ്പോൾ സാറ് പറഞ്ഞു ഈ കീപ്പർ ആയിക്കോ, നല്ലത് ഉണ്ടാവും പറഞ്ഞു. അപ്പം അങ്ങനെ ജിഷ്ണു സാറിന്റെ ക്യാമ്പിൽ, അലഗൻസിൽ തന്നെ ജിഷ്ണു സാറാണ് ഞങ്ങളെ കോച്ച്. ജിഷ്ണു സാറിന്റെ ക്യാമ്പിൽ കുറെ പോയി. അവിടുന്ന് ജിഷ്ണു സാറിന് ഞങ്ങൾക്ക് എല്ലാ ക്യാമ്പും തന്നിന് ജിഷ്ണു സാർ. അപ്പം അങ്ങനെ ജിഷ്ണു സാറാണ് ക്യാമ്പിന് പോയിരുന്നത്, ഗോൾ കീപ്പറിന്റെ. അതിനാണ് ഈ പഞ്ചാബ് നിന്നൊക്കെ കിട്ടിയത്. വേറെ കുറെ കോച്ചുമാരുണ്ട് അക്കാഡമിയിൽ, പക്ഷെ ജിഷ്ണു സാർ മെയിൻ കീപ്പർ കോച്ച്. കേരളക്കും വേണ്ടി കളിച്ച കോച്ചാ ആണല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണ് ഗോൾ കീപ്പർ ആകാവുന്ന. ഫേവറേറ്റ് ആയിട്ടുള്ള കീപ്പർ ആരാണ്? ഐക്കർ കസിലസ് എന്ന് പറയും, സ്പെയിനിന്റെ ഗോൾ കീപ്പർ. സ്പെയിനിന്റെ. ഓക്കെ. അപ്പം ഈ ഒരു സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു, ഇപ്പം അൽ നാസറിൽ സെലക്ഷൻ കിട്ടിയപ്പം എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? മീൻസ് ഇന്ത്യന്ന് ആദ്യത്തെ ഒരാളല്ലേ, നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. നാട്ടിലത്തെ ക്യാമ്പ് നല്ല മെച്ചുണ്ട് ഇവിടെ. ഇവിടെ വെച്ചാൽ ഓരോ കാറ്റഗറിക്ക് 2-3 കോച്ച്, കീപ്പർമാർക്കൊരു കോച്ച്, ഡെയിലി ക്യാമ്പ് ഉണ്ടാവും. കളിയിലൊക്കെ നല്ല ഉഷാർ ക്യാമ്പാണ് ഇവിടുത്തെ. നാട്ടിലത്തേനും കാട്ടിയും അടിപൊളി ക്യാമ്പാണ് ഇവിടുത്തെ. അപ്പം അണ്ടർ 12 കാറ്റഗറി എന്നല്ലേ പറഞ്ഞു? അപ്പം റൊണാൾഡോയുടെ മോനൊക്കെ കളിക്കുന്നത് അണ്ടർ 14 കാറ്റഗറി, 14 കാറ്റഗറി. അപ്പൊ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെ? ട്രെയിൻ ചെയ്യാനൊക്കെ ഒരേ ഗ്രൗണ്ടിലാണ്, ബദിയയിലാണ് ഗ്രൗണ്ട്. ഓൽക്ക് വേറെ ഗ്രൗണ്ടൊക്കെ ഒരേ സ്ഥലമാണ്. ഗ്രൗണ്ട് ഓല് വേറെ ഗ്രൗണ്ടിലേക്കാരം, ഞങ്ങൾ വേറെ ഗ്രൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ കുറെ ഗ്രൗണ്ട് ഉണ്ട്, ഗ്രാസ് ആണ്. ഓല് വേറെ സ്ഥലം, ഞങ്ങൾ വേറെ സ്ഥലം. അങ്ങനെ കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ മീറ്റ് ചെയ്യണ്ട ഇടയ്ക്കിടയ്ക്ക്, മീൻസ് കാണലുണ്ട്. ഞങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് കാണാൻ പറ്റലുണ്ട്. ഓക്കെ. അപ്പൊ ഈ മാച്ചസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? മാച്ച് ഇപ്പോ എല്ലാ ഫ്രൈഡേ കാര്യം മാച്ച് ഉണ്ടാവില്ല, 3 മണിക്ക്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മാച്ച് കഴിഞ്ഞു, സൗദി പ്രോ ലീഗ് 6-1 ജയിച്ചു. ഓക്കെ. അപ്പം വർഷത്തെ ലീഗ് പോലെ തന്നെ അത്ര നമ്പർ ഓഫ് മാച്ചസ് തന്നെ ഉണ്ടല്ലോ. അപ്പം റൊണാൾഡോയും അവിടെ ട്രെയിൻ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓൽക്ക് മോർണിംഗ് ഉണ്ടാവില്ലേ, ഞങ്ങൾക്ക് ഈവനിങ് ഉണ്ടാവില്ലേ. അപ്പൊ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കളി കാണാനൊക്കെ കളി കാണാൻ പോയിക്കണ്.
എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കളി ജയിച്ചു, 5-1 അന്നത്തെ കളി ജയിച്ചു. അപ്പം ഈ സൗദി ഒരു ക്ലബിൽ കിട്ടി, അതും ഇപ്പം സൗദി പ്രോ ലീഗ് ഇപ്പം ഏഷ്യയിലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം വേൾഡിലെ തന്നെ ഇപ്പം യൂറോപ്പിലെ ക്ലബുകളൊക്കെ ആയിട്ടൊക്കെ കടപിടിക്കാൻ പറ്റുന്ന ഇത് തന്നെയാണുള്ളത്. അപ്പം എന്താണ് ഒരു പ്ലാനൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഇവിടെ തന്നെ നിൽക്കാനാണോ? ഇനി ഞങ്ങൾ ഇവിടെ തന്നെയാണ് തുടരാണ്, നെസറിനെ തുടരും. ഇൻഷാ അല്ലാഹ് ഇനി വലിയ വലിയ അക്കാഡമി കിട്ടട്ടെ, വേൾഡ് കപ്പ് കളിക്കാനാണ് ആഗ്രഹം. ഇപ്പം കോൺട്രാക്ട് ഒരു വർഷത്തിനാണ് കോൺട്രാക്ട് സൈൻ ചെയ്തത്. അപ്പൊ ഓരോ ഏജ് കാറ്റഗറി കഴിയുമ്പോൾ അത് മുന്നോട്ട് പോകുമല്ലേ? അപ്പം ഉപ്പ ഒരു വലിയ സപ്പോർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. വലിയ സപ്പോർട്ട് ചെയ്തത് പണ്ട് മുതൽ ഉപ്പാന്റെ ഒപ്പം പോയിട്ട് ക്യാമ്പിനും ഇതിനൊക്കെ ആക്കി തരല്. ഉപ്പാണ് വലിയ സപ്പോർട്ട് ചെയ്തത്. ഉപ്പ കളിക്കുകയൊക്കെ ചെയ്യാൻ ഇപ്പൊ കളിക്കലുണ്ട്, ഇപ്പോഴും കളിക്കലുണ്ട്. ഇവിടുത്തെ ഓരോ അക്കാഡമിക്ക് കളിക്കലുണ്ട്, ക്ലബിന് യൂത്ത് ഇന്ത്യ എന്ന് അറിയും. അങ്ങനെയാണ്, അവിടെ നിന്നാണല്ലോ പിന്നെ സെലക്ഷൻ ഒക്കെ കിട്ടുന്നത്. പിന്നെ ഈ ഇന്ത്യൻ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ISL കാണലുണ്ട്, കളിന്റെ അന്നൊക്കെ കാണലുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാറുണ്ട്. വലിയൊരു ഡ്രീം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് എന്താകണം? ഇപ്പം ഒരു കരിയറിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണല്ലോ ഉള്ളത്. അപ്പം എന്താണ് അങ്ങനത്തെ ഒരു വലിയ ഡ്രീംസ് ഒക്കെ? ഒരു വലിയ വലിയ അക്കാഡമി കളിക്കുക, വേൾഡ് കപ്പ് കളിക്കുക, അതിന് ഏറ്റവും വലിയ ഡ്രീം. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുക, ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഒരു ക്ലബിൽ കളിക്കണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ക്ലബ്? റിയൽ മാഡ്രിഡ് കളിക്കണമെന്നാണ് ആഗ്രഹം. കസീസ് കളിച്ച അതേ ക്ലബിൽ പോയി കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫേവറേറ്റ് ക്ലബ്ബ്. റിയൽ മാഡ്രിഡ് തന്നെയാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണോ? പാപ്പ റിയൽ മാഡ്രിഡ് ഫാനാണോ? മെസ്സി ഫാനാണ്. വീട്ടിലിപ്പോ എൽ ക്ലാസിക്കോ വരുമ്പോ എങ്ങനെയാ? ഇതാണ് റാസിന്റെ ഫാദർ ഷാജാൻ. ഹായ്. ഹായ്. അപ്പോ ഇപ്പം റാസിന് അൽ നാസറിലെത്തി നിൽക്കുകയാണ്. അപ്പം എന്താണ് ആദ്യത്തെ ഒരു ഫീലിങ്സ്? ആദ്യത്തെ ഫീലിംഗ് സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും നല്ലൊരു ഫേമസ്, ഇപ്പോൾ റൊണാൾഡോ വന്നതിന് ശേഷമാണ് ഒന്നും കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ത്രില്ലിലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ്. അതാണെങ്കിലും ഇവിടെ ഒരു വിസിറ്റിന് വന്നു ഒരു കളി, അതെ ഒരു ഇതാണല്ലോ അല്ലെ? അതെ അതെ അതെ, നിമിത്തം, ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ വളരെ വാസ്തവമാണ്. ഇവിടെ വരുന്നു, അങ്ങനെ ഒരു ആള് പരിചയപ്പെടുന്നു, സെലക്ഷന് പോകാൻ റെഫർ ചെയ്യുന്നു, കിട്ടുന്നു എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ വലിയ ഭാഗ്യം തന്നെയാണ്. അതെ, അതും ഇപ്പം അൽ നസർ എന്ന് പറഞ്ഞപ്പം കേരളത്തിലടക്കം ഫാൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ റൊണാൾഡോ കൂടി റൊണാൾഡോ വന്നതിന്റെ ശേഷമാണ് അൽ നസർ മൊത്തത്തിൽ ഇവിടെ മെയിൻ ക്ലബിൽ ഒന്ന് ഹിലാലും നസറും. നമ്മള് ഈ നേരത്തെ റൊണാൾഡോ ഒക്കെ വരുന്നതിന് മുമ്പ് ഹല്ലിലാല് ടോപ്പായിരുന്നു. പക്ഷെ അൽ നസർ ഇപ്പൊ കുറച്ചും കൂടി റൊണാൾഡോ വരവോട് കൂടിയാണ് ഒന്നും കൂടി ഫേമസ്. നമ്മുടെ ഇപ്പൊ നാട്ടിൽ തന്നെ കേരളത്തിലേക്ക് ഒരുപാട് കുട്ടികൾ ഈ അൽ നസറിന്റെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും റൊണാൾഡോയുടെ ഈ സംഭവത്തിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു ക്ലബിൽ കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷം തരുന്ന ഒരു വാർത്തയാണത്. അൽഹംദുലില്ലാഹ്. നല്ല പ്രാക്ടീസ് ആണ് അവരെ. പിന്നെ ടൈമിങ് പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിനനുസരിച്ചാണ്. വീക്കെൻഡിലൊക്കെ ചിലപ്പം ഉച്ചക്ക്, തണുപ്പിനൊക്കെ ഉച്ചക്ക് ഉണ്ടാവലുണ്ട്. പഠിക്കുന്നത് സ്കൂളിങ്ങും റിയാദിൽ തന്നെ? ഇല്ല, ആയിട്ടില്ല. ഇനി അടുത്ത വർഷം അങ്ങോട്ട് ചേർക്കും. ഓൺലൈനാണ്. ഓൺലൈനിൽ നിന്ന് മാറ്റി ഇവിടെ സ്കൂളിൽ ചേർക്കണം. അടുത്ത വർഷം ചേർക്കണമെന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഓൺലൈനാണ്. 3 ദിവസത്തെ ട്രയൽ ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് പിന്നെ വരാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് തടസ്സം ഉണ്ടായിരുന്നത് അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിസിറ്റിങ്ങിലല്ലായിരുന്നു, റെസിഡൻറ്റ് പെർമിറ്റ് വേണം, ഇക്കാമ വേണം. അങ്ങനെ പിന്നെ ആ ഒരു ഡിലേ ഉണ്ടായിരുന്നു അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാമ കിട്ടിയതിൻ്റെ ശേഷമാണ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ സൈനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ന്യൂസ് വന്ന സമയത്ത് സൈനിങ് ഇല്ല, അവർ സെലക്ടറാണ്. ഇപ്പോഴാണ് 1-2 മാസം മുന്നാണ് സൈനിങ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ആദ്യത്തെ കളി 2 ആഴ്ച മുന്നേ കളിച്ചു. നസറിനും വേണ്ടി പ്രൊഫഷണലായിട്ട് തന്നെ കളിച്ചു. അന്ന് അൽഹംദുലില്ലാഹ് ഫുൾ ടൈം ഇവനത്തിന് ഗോളിയായിട്ട് കോച്ചൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് 6-1 അന്ന് ജയിച്ച്. അപ്പം ഫാദർ ആണ് ഒരു ഇൻസ്പിറേഷൻ ഫുട്ബോളിലോട്ടൊക്കെ വരാൻ. കുടുംബം മൊത്തത്തില് ഒരു ഫുട്ബോളിനെ പ്രേമിക്കുന്ന കുടുംബമാണ്. പിന്നെ എൻ്റെ ഉമ്മയാണെങ്കിലും അവരെ വൈഫിൻ്റെ ഉമ്മയാണെങ്കിലും അവരുടെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരും എളാപ്പാരും മോൻ്റെ എളാപ്പാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ നമ്മൾക്ക് തന്നെ അവിടെ ഒരു നാട്ടിൽ നല്ലൊരു ക്ലബ് ഉണ്ട്, FRC എന്ന് പറഞ്ഞു. കണ്ടു അവിടെ പോയി കണ്ടിരുന്നു, ട്രെയിനിങ് പോയല്ലേ? കണ്ടിരുന്നു. പിന്നെ റൊണാൾഡോ സീനിയർ അവനുണ്ടായിരുന്നു, ജൂനിയർ പറഞ്ഞിരുന്നു ഇതേപോലെ റൊണാൾഡോ വേറെ ഏജ് കാറ്റഗറി ഒരേ ഗ്രൗണ്ടിൽ തന്നെയാണ്, അപ്പുറത്തുമാണ് പ്രാക്ടീസ്. പിന്നെ റൊണാൾഡോക്ക് രാവിലെയാണ്, ഇവർക്ക് ഈവനിങ് ആണ്.
അപ്പോൾ അവരങ്ങോട്ട് ക്ലബിൻ്റെ ഭാഗമായിട്ട് അവർ റൂമും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫാമിലി. അപ്പോൾ അങ്ങോട്ട് മാറണം ഇൻഷാ അല്ലാഹ്. മാറി കഴിഞ്ഞാലൊക്കെ ഒന്ന് ഓർഡർ ആവുള്ളൂ. അതെ അതെ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ 135 കിലോമീറ്റർ ഓടാണ്ട് അങ്ങോട്ട് പോകാൻ അല്ലേ. ഞാനിപ്പോൾ റാസിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് ഫ്യൂച്ചർ, ഇവിടെ തന്നെ തുടരാനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതെ അതെ. ഇവിടെ നമുക്കാണെങ്കിൽ ഇപ്പം സൗദി എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ സാഹചര്യം വെച്ചൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ബെറ്റർ ആയിട്ട് ഇപ്പം മാച്ചസ് ഇത്തരം കളിക്കാൻ പറ്റും. അതുപോലെ നല്ല കോച്ചുകൾ, നല്ല കോച്ചസ് ഉണ്ട്. സോ അത് ഒരു ഇതാണല്ലേ. അതെ അതെ അതെ. അപ്പൊ എന്താണ് ഒരു ഞാൻ റാസിന്റെ അടുത്ത് അതേ ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്താണ് ഒരു സ്വപ്നം കാണുന്നത്, റാസിന് എന്തായി തീരാനാണ്? റാസിന് നമ്മളെ ഇന്ത്യക്കും വേണ്ടിയിട്ടൊക്കെ നല്ലൊരു കളി കാഴ്ച വെക്കണം എന്നുള്ളൊരു ഇതിലൊക്കെ പങ്കെടുത്തുകാണ്ട് അവൻ്റെ ഒരു ആഗ്രഹം വേൾഡ് കപ്പിൽ കളിക്കണം എന്നൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമാണ്.